ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടണിൽ ചുങ്കിടിയുടെ മെറ്റീരിയലിൽ കുറച്ച് കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. നൈറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇത്രയും ദിവസം നമ്മൾ റണ്ണിങ് മെറ്റീരിയലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നൈറ്റിയുടെ കുറച്ച് മെറ്റീരിയൽസ് ആണ് കാണുന്നത്. ഓണമൊക്കെ അല്ലേ, ഇത് നല്ലൊരു മജന്ത കളറാണ്, അതിലൊരു ബ്ലാക്ക് കളറിൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ ഞാനിങ്ങനെ ഓരോന്നും കാണിച്ചു പോകും. നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം. എൻ്റെ ഞാൻ കാറ്റലോഗ് അത് പിക്ചേഴ്സ് അങ്ങനെയൊന്നും കരുതുന്നില്ല. ഇപ്പൊ ഓണത്തിന്റെ തിരക്കായതുകൊണ്ട് ഈ സ്ക്രീൻഷോട്ട് അയച്ചു തന്ന് അതനുസരിച്ച് നിങ്ങൾ എടുക്കണം. ഈ ഒരു റേറ്റിന്, ഹോൾസെയിൽ റേറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിമം 10 പീസെങ്കിലും എടുക്കണം. അതുപോലെ റീറ്റെയിൽ ആയിട്ട് വേണമെന്നുള്ളവർക്ക് പേഴ്സണലായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് പറയുന്നതായിരിക്കും. ഹോൾസെയിലായിട്ട് നമ്മൾ 145 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത് റേറ്റ് കുറവാണ് എന്ന് വിചാരിച്ചതിൽ ക്വാളിറ്റിയിൽ യാതൊരു കുറവില്ല കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ 165 മേളിലേക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ ഈ 145 രൂപക്ക് കൊടുക്കുന്നത്. അത് നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ്. അല്ലാതെ നമ്മുടെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടല്ല ഈ ഒരു മെറ്റീരിയൽ ഈ റേറ്റിന് കിട്ടണത് കേട്ടോ. കളറൊന്നും ഞാൻ സെപ്പറേറ്റ് എടുത്തെടുത്ത് പറയുന്നില്ല. ഇതില് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കളറൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വീഡിയോയിൽ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാകുള്ളൂ, എന്നാലും ഏകദേശം സെയിം ആണ് കളറൊക്കെ. പിന്നെ ഞാനങ്ങനെ എല്ലാത്തിനും ഓരോ പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. എന്നാലും ചിലതൊക്കെ 1-2 പീസൊക്കെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുമായിരിക്കും. ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരാം. നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. പിന്നെ ചുങ്കിടിയുടെ മെറ്റീരിയൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചവർക്ക് അറിയായിരിക്കും, നമ്മൾ ആദ്യം കഴുകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആ ഒരു കളറ് മേൽച്ചായം പോകും. അത് പക്ഷെ നമ്മുടെ തുണിയിൽ നിന്ന് കളർ വ്യത്യാസം ഒന്നും വരില്ല, ആ സെയിം കളർ തന്നെ ആയിരിക്കും. പിന്നെ ഓരോ തവണ കഴുകുന്തോറും നമുക്ക് അതിന്റെ കളറിന് ഒരു ബ്രൈറ്റ്നെസ് കൂടി കൂടി വരുള്ളൂ, അല്ലാതെ കളർ മങ്ങിപ്പോകൂല. ആദ്യത്തെ തവണ കഴുകുമ്പോഴാണ് ആ മേൽച്ചായം പോകുന്നത്, പിന്നീട് കളർ പോകുകയില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കും തോറും അതിന്റെ ഭംഗി കൂടി കൂടി വരുള്ളൂ. ഇപ്പൊ ഈ കാണുന്ന ഡിസൈനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല കളറുകളാണ്. അതിൽ തന്നെ ഒരുപാട് കോമ്പിനേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോ ചുരിദാറിനായിട്ടാണെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം, കുർത്തിയായിട്ടൊക്കെ. അപ്പോൾ നമുക്ക് ഏത് ബോട്ടം വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിൽ വരുന്ന പല കളറിന്റെ ബോട്ടം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജീൻസിനായിട്ട് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നൈറ്റി ആയിട്ട് തന്നെ അല്ല, നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. നമുക്ക് കുർത്തിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ഒരുപാട് നാളത്തേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്നൊന്നും അങ്ങനെ അഴുക്കായി പോകൂല, ഈ കളർ മങ്ങിയ അല്ലെങ്കിൽ പിന്നി കീറിപ്പോകുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ സാധാരണ കോട്ടന്റെ കാര്യത്തിൽ പറയൂലേ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ കോട്ടൺ തുണിക്കൊക്കെ ഒരു അപവാദമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണിത്. കുറേ സാധാരണ നമ്മൾ കോട്ടൺ ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കളർ മങ്ങാതെ തന്നെ. നൈറ്റി മെറ്റീരിയൽസ് ഹോൾസെയിലായിട്ട് ചെയ്യുന്നവർക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താട്ടോ. കാരണം നമ്മുടെ ഹോൾസെയിൽ ഷോപ്പുകളിൽ പോലും ഈ ഒരു റേറ്റിന് കിട്ടൂല. ഞാൻ സ്ഥിരമായിട്ട് ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ പോകാറുള്ള ആളാണ്. ഈ ഒരു ചുങ്കിടിയുടെ മെറ്റീരിയൽ ഹോൾസെയിൽ ഷോപ്പുകളിൽ പോലും ഈ ഒരു റേറ്റിന് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഇത് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ്. ഇപ്പൊ കാണിച്ച ഡിസൈൻ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം കൂടി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നണം അല്ലേ. ഇതിങ്ങനെ വീഡിയോയില് വോയിസ് ഓവർ എടുക്കാനിരിക്കുമ്പോഴാണ് അതൊക്കെ കാണണേട്ടാ. നമ്മൾ എടുത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധിച്ചില്ലായിരുന്നു. 1-2 പീസൊക്കെയാണ് അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നേക്കണത്. പിന്നെ ഇങ്ങനത്തെ ഉള്ള പീസുകളിൽ ചിലതിന്റെ ഒരു കളറായിട്ടുള്ള ഇത് വരുന്നുണ്ട്. ബേസ് കളറിന്റെ ഒപ്പം ഒരു കളറായിട്ട് ബ്ലാക്ക് ആയിട്ട് ബ്രൗൺ ആയിട്ടൊക്കെ വരും. ചിലത് 2 കളറായിട്ട്, ഇപ്പൊ കഴിഞ്ഞു പോയത് 2 കളറായിട്ടുള്ള വരുന്നതാണ്. അതിന് മുമ്പ് വന്നത് ഒരു കളറായിട്ട് വന്നതാണ്. അങ്ങനെയൊക്കെ കുറച്ച് ഡിഫറൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ടതിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, ഒരുപാട് കളേഴ്സ് ഒക്കെ ഉള്ളത്. പല ഷെയ്ഡുകൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. ഇത് ശരിക്കും ഒരു കുടിൽ വ്യവസായം പോലെ, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കുടിൽ വ്യവസായം പോലെ ചെയ്യൂലേ, അതുപോലെ നോർത്ത് ഇന്ത്യയിൽ അവർ ചെയ്യുന്നതാണ്. ഓരോ കുടുംബത്തിന്റെ ഒരു ഇതായിട്ടൊക്കെ ഉള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്.
അവിടുത്തെ പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും കൂടി ഇരുന്നിട്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ചെറിയ ചെറിയ കെട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ചായം മുക്കി അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഓരോന്നിലും വരുന്നത്. പിന്നെ ആ കെട്ടിടുന്ന അനുസരിച്ചാണ് ആ ഡൈ ചെയ്യണതിന്റെ ആ ഡിസൈനിലൊക്കെ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ചുങ്കടിയുടെ ഇതൊരു ബ്രാൻഡായിട്ട് ഇപ്പൊ നമ്മൾ രാഹുൽ വർദ്ധമാൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു കമ്പനി ഒരു പേരിലല്ല ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മിനിമം ക്വാളിറ്റി എല്ലാത്തിനും ഉണ്ടാകും. ഒരു ചുങ്കടിയുടെ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ ക്വാളിറ്റി ഉണ്ട്. ഞാനിങ്ങനെ കളറുകൾ പറയാതെ ഇതിന്റെ ഡിസൈനിന്റെ കാര്യങ്ങൾ പറയാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം കേട്ടോ. കമന്റിലൂടെ എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയണം. ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കാണുന്നത് അനുസരിച്ച് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വീണ്ടും വീഡിയോ തുറന്ന് കണ്ടു പോകുക. അങ്ങനെ വീഡിയോ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിന്റെ ഫുൾ എടുക്കാൻ പറ്റും, ആവശ്യമുള്ളത് ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതിന് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ ഇഷ്ടപ്പെട്ടത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങനെ ചെയ്തെടുക്കാം. ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഉച്ചയ്ക്ക് 12:30-ക്കുള്ളിൽ നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നത്തെ പോസ്റ്റിൽ തന്നെ അത് പോകും. നമ്മൾ പാക്ക് ചെയ്ത് അത് അയക്കണമല്ലോ, അഡ്രസ്സ് എഴുതി അത് എല്ലാം ചെയ്യുമ്പോൾ ഒരു 12:30-ക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ പോസ്റ്റിൽ തന്നെ അയക്കും. അതല്ല അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേന്നാണ് അയക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തരാം. അതുപോലെ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു പേയ്മെൻറ്റ് തരുന്ന ഒരു ഓർഡറിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, പാക്ക് ചെയ്ത് അയക്കുന്നത്. കാരണം ചിലർ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ ഒന്നും പേയ്മെൻറ്റും ഉണ്ടാകില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് വേണ്ട, ക്യാൻസലായി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് മുമ്പ് ചോദിച്ചവർക്ക്, വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതെടുക്കാൻ പറ്റാതെ വരും. പിന്നെ അപ്പം അതുകൊണ്ട് നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ അയച്ചു കൊടുക്കും. അപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ചൊരു സമയത്തേക്കല്ലാതെ നമ്മളത് പെൻഡിങ്ങിൽ വെക്കൂല. അടുത്ത പേയ്മെൻറ്റ് തരുന്ന ആൾക്ക് നമ്മളതെടുത്ത് കൊടുക്കും. അപ്പോൾ പിന്നെ വരുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചതാണ് എന്നുള്ളൊരു രീതിയിൽ പറയരുത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സെലക്ട് ചെയ്ത് അതിന് പേയ്മെൻറ്റ് ചെയ്ത് അത് ഓർഡർ കൺഫേം ചെയ്യുക. അതുപോലെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫുൾ അഡ്രസ്സ്, നമ്മുടെ പിൻകോഡ് അടക്കമുള്ള അഡ്രസ്സ്, പിൻകോഡ് അനുസരിച്ചാണ് നമുക്ക് അങ്ങോട്ട് വരണത് സാധനങ്ങൾ. പിൻകോഡിൻ്റെ ഒരു നമ്പർ മാറിപ്പോയ സാധനം പോകും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് പിൻകോഡ് അടക്കമുള്ള അഡ്രസ്സ്, പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് സമയത്തും അവൈലബിൾ ആയിട്ടുള്ള വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ കൊടുക്കണം. അതപ്പോൾ അവർ പാഴ്സൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് വിളിക്കാനാണത്. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പം എല്ലാവരും ഓൺലൈനായിട്ടൊക്കെ എല്ലാം ബുക്ക് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് എല്ലാവർക്കും അറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലും നമ്മൾ ആ ഫസ്റ്റ് അത് ചെയ്യുമ്പോൾ തന്നെ ഒന്നിച്ച് അത് തരണമെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ മെസ്സേജിൽ തന്നെ നമുക്ക് അത് കാര്യം കഴിയും. അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. അതുപോലെ ഒരു 11 മണി തുടങ്ങി 12:30 വരെയുള്ളൊരു ടൈമിൽ നമ്മൾക്ക് ഓർഡർ തന്നിരിക്കുന്നവർ നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ഒരു അവൈലബിൾ ആവാനുള്ളത് ശ്രദ്ധിച്ചേക്കണേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കൺഫർമേഷന് വേണ്ടിയിട്ടൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്, മെസ്സേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫോൺ അങ്ങനെ ചെയ്യാറില്ല, മെസ്സേജാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കൺഫേം ചെയ്ത് വിടാൻ പറ്റും. അതുപോലെ മെറ്റീരിയൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ നമ്മൾ ആ സമയത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അത് ആ സമയത്തൊന്ന് അവൈലബിൾ ആയിരിക്കാൻ ശ്രദ്ധിക്കണേ. നൈറ്റി മെറ്റീരിയൽ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്, മുറിച്ച് വാങ്ങിക്കുന്ന ഇതിൽ കട്ട് ചെയ്ത് വാങ്ങിക്കാനുള്ള റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. അത് കോട്ടൻ്റെ ആയാലും ഓർഗൻസ, നെറ്റ്, അതുപോലെ റയോൺ, പ്രിന്റർ റയോൺ ഉണ്ട്, അല്ലാതെ പ്ലെയിൻ റയോൺ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ വെൽവെറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ വീഡിയോസായിട്ട് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. താല്പര്യമുള്ളവർ വാങ്ങിക്കുക. കോട്ടൺ മെറ്റീരിയലൊക്കെ 95 രൂപയുള്ളൂ.
അത് നമ്മുടെ ഇപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫറാണ്. നമ്മളിപ്പോൾ ഹോൾസെയിൽ ഷോപ്പുകളിൽ പോലും 95 രൂപക്ക് കിട്ടൂല. 95 രൂപക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ കിട്ടിയാലും അവർ നമ്മൾ 25 മീറ്റർ 20 മീറ്ററൊക്കെ ഒന്നിച്ചുള്ള ബണ്ടിൽ എടുത്താലാണ് അവരത് തരുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ GSTയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ 1 മീറ്റർ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും കൊറിയർ ചാർജ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള കുറച്ച് മെറ്റീരിയൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലാഭം ഉണ്ടാകും. പിന്നെ നമ്മുടെ ഓർഗൻസ മെറ്റീരിയൽ എല്ലാം 65 രൂപയുള്ളൂ. പിന്നെ റയോൺ ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ റയോൺ ആണെന്നുണ്ടെങ്കിൽ 85 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. പ്രിന്റഡ് റയോൺ ആകുമ്പോൾ 95 രൂപയാണ്. അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഓഫർ ഇട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫറാണത്. അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ ബൾക്കായിട്ട് എടുക്കുന്നവർ, അതായത് ഇപ്പോൾ ഒരു മോഡൽ തന്നെ ഫുള്ളായിട്ട് എടുക്കണമെന്നില്ല, അല്ലാതെ പല പല മെറ്റീരിയലുകളിൽ നിന്ന് എടുത്തിട്ട് കുറച്ചൊരു നല്ലൊരു ഇതിന് എടുക്കുന്നവർ, അവർക്ക് ഞങ്ങൾ ഒന്നും കൂടി അതിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവർ, വീട്ടിലിരുന്നൊക്കെ ചെയ്ത് കൊടുക്കുന്നവർക്കൊക്കെ ഇപ്പോൾ നല്ലൊരു അവസരമാണത്, മെറ്റീരിയൽസ് വാങ്ങിച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ, വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ചെറിയ ബ്യൂട്ടിക്കുകളൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ ഇത്രയും സമയം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിനോട് താല്പര്യമുള്ളവരായിരിക്കാം. ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു മേഖലയിലുള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും ഇനിയും നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവണത്, നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. ഇനിയും ഇപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ വാങ്ങാനുള്ളതല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് ഇനിയും ഇതിൽ വരാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ. ഇനി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരണം കേട്ടോ. ലൈക്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്താനും നമുക്കൊരു പ്രോത്സാഹനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈക്ക് തരണത്. ജസ്റ്റ് ഒന്നൊരു ആ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയല്ല, അത് ഞങ്ങൾക്കൊരു എത്ര വലിയൊരു ഉപകാരമാണ്. അപ്പോൾ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാനായിട്ടും. ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ, അത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നൈറ്റിയുടെ മെറ്റീരിയൽസ് ഇനി കൂടുതൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.